ചെല്ലഞ്ചേട്ടൻ്റെ കട ഇട്ടിട്ടുണ്ടോ? ചെല്ലഞ്ചേട്ടൻ്റെ കട വെച്ചാൽ നമ്മുടെ കൊല്ലങ്കോട് പാലക്കാട് കൊല്ലങ്കോട്. ശരിക്കും കേരളത്തിൻ്റെ സുന്ദര ഗ്രാമം എന്ന് അറിയപ്പെടുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ മലയാളത്തിലെ നല്ല ഭംഗിയുള്ള കുറേ സിനിമകൾ എടുത്തിട്ടുള്ളത് ആ കൊല്ലങ്കോട് ഭാഗത്താണ്. നല്ല വയലും മലയും ചെറിയ പുഴയും അരുവിയും ഒരു ബ്യൂട്ടിഫുൾ സ്പേസ്, തനി ഗ്രാമപ്രദേശം. അവിടെ ചെല്ലഞ്ചേട്ടൻ്റെ കടയുണ്ട്. നമ്മൾ റിട്രീറ്റിന് അതിരാവിലെ സൂര്യോദയം എല്ലാം കണ്ടിട്ട് നേരെ പോയത് ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ ചായ കുടിക്കാൻ വേണ്ടിയാണ്. പഴയ നമ്മുടെ ഈ ഓല കുടില് പോലത്തെ ചായക്കട. തറയിൽ നമ്മൾ ചെല്ലുമ്പോഴും ചാണകം മെഴുകിയിട്ടുണ്ട്, അതിൻ്റെ സ്മെല്ലുണ്ട്, ആ മണമുണ്ട്. അപ്പോൾ പഴയ ആ മണം ഏതൊരാളിലും ഒരു പഴമ കടക്കേണ്ട ഫീൽ ചെയ്യും. സാധാരണ കട, ഗ്യാസൊന്നുമല്ല, അടുപ്പിലാണ് ചായ. പക്ഷെ അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ. 25 ആൾക്കാർ നമ്മളതിനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേര് അതിരാവിലെ പോയി അവിടെ നിന്ന് ചായ കുടിച്ച് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ച് നമ്മൾ അവിടെ ജയസൂര്യ വന്നിട്ടുള്ള ഫോട്ടോ ഉണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസ് അവിടെ വന്ന ഫോട്ടോസ് അവിടെ ഉണ്ട്. വിനീത് ശ്രീനിവാസൻ അല്ലേ, നമ്മുടെ പ്രണവ് മോഹൻലാൽ, കല്യാണി, അവരുടെയൊക്കെ ഫോട്ടോസ് അവിടെ ഇരിക്കുന്നുണ്ട്. ചേട്ടൻ വേണമെന്നുണ്ടെങ്കിൽ ആ കടയെ നവീകരിക്കാം. എങ്ങനെയാക്കാം? കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആക്കാം. പക്ഷേ ആ കടയിലേക്ക് ആൾക്കാർ വരുന്നത് ആ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് അവിടെ ആവശ്യം ആ നൊസ്റ്റാൾജിയാണ്, അവർക്ക് ആവശ്യം ആ പഴമയാണ്. ഇപ്പോൾ നമ്മളോട് പോകുന്ന പഴമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അവിടുത്തെ എല്ലാ സെറ്റിൽ നിന്ന് വിജീഷ് എന്ന ആളുണ്ട്, അവിടുത്തെ മാംഗോ വില്ലേജിൻ്റെ ഓണർ, ആ റിസോർട്ടിൻ്റെ ഓണർ. ഞാൻ പറഞ്ഞു, എനിക്ക് പണ്ട് സത്യനന്ദിക്കാട് സിനിമയിൽ കാണുന്ന ഇങ്ങനെ ഈ മുള കൊണ്ടുണ്ടാക്കിയ ചായക്കടയിൽ പോയി ചായ കുടിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു രസത്തിൽ കൊണ്ടുപോയ സ്ഥലമാണ്. സാധാരണ നമ്മൾ നോർമലി ചായയും അതൊക്കെ സാധാരണ, വലിയൊരു എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്നൊരു ഫീലുണ്ട്, ആ ഫീലിലാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഇൻ റിയാലിറ്റി നമ്മൾ ബിസിനസ്സിനകത്തും ഇപ്പോൾ ഇവിടെ നമ്മൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിനേക്കാളും ഇവിടെ കിട്ടുന്ന ഒരു ആംബിയൻസ്, ഒരു ഫീൽ ഉണ്ടല്ലോ. നമ്മൾ പിന്നെ ഇവിടേക്ക് വരാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ വരുന്നതല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിനകത്ത് ഒരു ഡെസ്റ്റിനേഷൻ അങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കഥയാണ് അവിടെ എത്തുന്ന സമയത്ത്. ആക്ച്വലി ഐ ആം ടെല്ലിങ് എ സ്റ്റോറി ടു മൈസെൽഫ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഓരോരുത്തരും പറയുന്നുണ്ട്, പണ്ട് ഞാൻ കുടിച്ച ചായയുടെ ഇതുണ്ട്, ഞാൻ പണ്ട് പോയ കടയാണ്, അല്ലെങ്കിൽ പണ്ട് ഇതുപോലത്തെ ചായക്കട ഞാൻ പോയിട്ടുണ്ട്, പണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ ആ സ്റ്റോറി വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോറിയിലേക്ക് ഒരു റീവിസിറ്റാണ് ഓരോ ബിസിനസ്സിൻ്റെയും പർപ്പസ് എന്നുള്ളത്. അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ വിൻ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എന്ത് സ്റ്റോറിയാണ് ഉള്ളത് എന്ന് ആദ്യം കണ്ടെത്തണം. എന്നിട്ട് ആ സ്റ്റോറി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം.